മച്ചാന്മാരെ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേർക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്ന് കുറേ പേര് എന്നോട് കമൻറ്റും കാര്യങ്ങൾ ചെയ്തായിരുന്നു. അപ്പം ഞാനത് വാട്സപ്പ് ചാനലിൽ പോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പ് ചാനൽ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് കിട്ടുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പുതിയ ലിങ്ക് റീഫ്രഷ് ചെയ്തിട്ടും അത് പിന്നെയും ഇതായി പോയി, ഇഷ്യൂ വന്നിട്ട് അത് ബഗ്ഗായി പോയിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു സൊല്യൂഷനും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണലി റിസ്ക് എടുത്ത് ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ റിസ്കിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ GTA 5 ലിങ്കും കാര്യങ്ങളും എടുത്തേക്കുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് ഞാൻ പേഴ്സണലി ലിങ്കും കാര്യങ്ങളൊക്കെ പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഡെവലപ്പറോട് നമ്മളൊന്നും സംസാരിച്ചില്ല, നേരെ പോയി നമ്മൾ എടുക്കുമായിരുന്നു. കാരണം ഡെവലപ്പറിനോട് ഇപ്പോൾ പോയി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ലിങ്കും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് കിട്ടത്തുള്ളൂ എന്നാണ് നമ്മൾ ഡെവലപ്പറും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പം എൻ്റെ രീതിയിലായിട്ട് ഓൺ റിസ്കിൽ തന്നെ എടുത്തൊരു ലിങ്കും കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നതാണ്. ആദ്യം തന്നെ എൻ്റെ വാട്സപ്പ് ചാനൽ വരുന്നതാണ്. വാട്സപ്പ് ചാനലാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്യേണ്ടതാണ്. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ കോപ്പി എന്നും ഓപ്പൺ എന്നും കാണാം. അതിൽ കോപ്പി ലിങ്ക് ചെയ്യണം. കോപ്പി ലിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ക്രോമിൽ വരണം. ക്രോമിൽ വന്നതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. പേസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. മണ്ടയ്ക്കും ഡൗൺലോഡ് ഉണ്ട്, താഴെയും ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മണ്ടയ്ക്കത്തെ ഡൗൺലോഡ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, താഴത്തെ വേണമെങ്കിൽ ഡൗൺലോഡും ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ താഴത്തെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് വന്നത്. അവിടെ ഡൗൺലോഡിന് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഡൗൺലോഡ് എഗെയിൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിന് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അപ്പം ഈ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ഫുള്ളാക്കാതെ ഞാനിപ്പം കളയുവാണ്. കാരണം ഓൾറെഡി എൻ്റെ അതിനകത്ത് 2 വട്ടം ഞാൻ GTA ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നോക്കിയതാണ്. ടെസ്റ്റ് ആക്കി വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ആഡ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഇനി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗെയിമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഞാൻ അത് പ്ലേ കൊടുക്കുന്നുണ്ട്. പ്ലേ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യേണ്ടതാണ്. നെറ്റ് ഓഫ് ചെയ്താലേ ഇത് വർക്കും കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് കാര്യങ്ങൾ വരും. അപ്പോൾ എന്തായാലും ഞാൻ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് ഗെയിമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് കയറിയപ്പം ചെറിയൊരു മോഡിൻ്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പം. അപ്പോൾ ആ മോഡ് കാര്യങ്ങൾ ഞാനൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഈ മോഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പം അത് വല്ലതും പ്രശ്നമായാലും ഇഷ്യൂ ആയാലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റിങ്സിൽ കയറുന്നുണ്ട്. സെറ്റിങ്സിൻ്റെ അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോ കാണാൻ പറ്റുന്നുണ്ട്, ഷാഡോ ക്വാളിറ്റി. അതൊന്ന് ഹൈ ഇട്ടേക്ക്. ഹൈ ഇട്ടതിന് ശേഷം നിങ്ങൾ അവിടുത്തെ മറ്റേ ഈ ടെക്സ്റ്റ് എഡിറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടേക്കൊന്ന് ചെറിയായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റി കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഇനി ഞാൻ മാക്സിമം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ റോഡിലോട്ട് പോകുന്നുണ്ട്. റോഡിൽ നിന്നോട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ റോഡിൻ്റെ എന്ന് വെച്ചാൽ വീടിൻ്റെ പരിസരത്ത് പോലെയല്ല, വീടിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം വീടിൻ്റെ പുറത്ത് വന്ന് ഞാനിവിടെ ആണെങ്കിൽ എനിക്കിവിടെ GTA 5 പോർഷയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഞാൻ ആഡ് ചെയ്യുന്നത് കാണിച്ചിരുന്നത്. താഴെ വരുമ്പോൾ എനിക്ക് 2 GTA 5 കാണുന്നുണ്ട്. അതിൽ GTA 5.glb എന്നാണോ നിങ്ങൾക്ക് വരുന്നതെന്ന് കൂടെ നോക്കേണ്ടതാണ്. .glb എന്ന് കാണുവാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. .glb എന്ന് പറഞ്ഞ സാധനം എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 5-10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. 5-10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ സൈഡിൽ ഇവിടെ RGS മെനു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുതി കാണിക്കും, ഡൺ എന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം അത് മൊത്തത്തിലാവും പ്ലീസ് വെയിറ്റ്, പിന്നെയും ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ GTA 5 ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ GTA 5 നിൽക്കുന്നത്. ലൈവായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ചാനലിനകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ പരമാവധി എല്ലാവരും കുറച്ച് സാവകാശം വെച്ചെടുക്കേണ്ടതാണ്. കാരണം എല്ലാം ധൃതി വെച്ചെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലൊന്നും കിട്ടാത്തത്. അപ്പോൾ സമയം എടുത്തിട്ടായാലും നിങ്ങൾക്ക് എടുത്താൽ മതി. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനി ഇപ്പം ഞാൻ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങൾ ചുമ്മാ ചെയ്യരുത്. കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ലിങ്ക് ഇട്ടിട്ട് പോലും ലിങ്ക് എന്ത് ചെയ്യുന്നു കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പൊട്ടത്തരം പറയുന്നുണ്ട്. എനിക്ക് അതപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് കൂടുതൽ കമൻറ്റ്സ് ഒന്നും കൊടുക്കാൻ, തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ പൊട്ടത്തമാരൊക്കെ ഇങ്ങനെ കുറേ പേരുണ്ട്. ലിങ്ക് ഇട്ടിട്ട് ലിങ്ക് കാണാത്ത രീതിയിൽ സംസാരിക്കുന്ന സംസാരമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കുറേ കമൻറ്റ്സും കാര്യങ്ങളും സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡും കാര്യമാണ് ഞാനിപ്പോൾ തന്ന മെത്തേഡും കാര്യമാണ് നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിപ്പം 1-2 പേരല്ല, ഒത്തിരി പേര് കമൻറ്റ്സ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്ത്. അതുപോലെ നമ്മുടെ ഓൺ റിസ്ക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.